ഹായ് ഗേയ്സ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ ബ്യൂട്ടി ഗാലക്സി ആതിര. അപ്പൊ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് പഴയ ഒരു ടോപ്പിൽ ഞാൻ ഇന്നൊരു മേക്ക് ഓവർ നടത്താൻ പോവാണ്. ഇപ്പൊ നമ്മള് ട്രെൻഡിങ്ങിൽ പോയിക്കൊണ്ടിരിക്കുന്ന താമര ഡിസൈൻ ആണല്ലേ, ലോട്ടസ് ഡിസൈൻ. അപ്പൊ അതിനെ കുറെ ആൾക്കാർ സാരിയിലാണെങ്കിലും പിന്നെ അതുപോലെ ചുരിദാറിലൊക്കെ വരച്ച് നമ്മൾ കണ്ടിട്ടുണ്ട്. അപ്പൊ എനിക്കും തോന്നി അതേപോലെ ഒന്ന് ചെയ്താൽ എന്താന്ന്. അങ്ങനെ എന്റെ കയ്യിലുള്ള ഒരു പഴയ ചുരിദാർ വെച്ചിട്ടാണ് ഞാൻ ചെയ്യുന്നത്, ഒരു ടോപ്പ് വെച്ചിട്ടാണ് ചെയ്യുന്നത് കേട്ടോ. ഇത് പ്ലെയിൻ ആയിട്ടുള്ള ടോപ്പാണ്. ഈ ഒരു പ്ലെയിൻ ആയിട്ടുള്ള ടോപ്പിലേക്ക് ഞാൻ ഇതുപോലെ ഒരു ലോട്ടസിന്റെ പിക്കൊക്കെ വരച്ചിട്ട് അതിലൊന്ന് പെയിന്റ് ചെയ്ത് നോക്കുവാണ്, ട്രൈ ചെയ്ത് നോക്കുവാണ്. വലിയ ആർട്ടിസ്റ്റ് ഒന്നും അല്ല, പടം വരയ്ക്കാനൊന്നും എനിക്ക് അറിയത്തില്ല, എങ്കിലും ഞാനൊന്ന് ട്രൈ ചെയ്ത് നോക്കുവാണ്. അപ്പോൾ ഇതിന് വേണ്ടിയിട്ട് ഞാൻ റെഫറൻസ് പിക്കെല്ലാം എടുത്തത് നമ്മൾ ഗൂഗിളിൽ നിന്ന് തന്നെയാണ്. അത് കണ്ടിട്ട് വരച്ചു കേട്ടോ. കണ്ടു വരച്ചതൊക്കെ കുളമായിട്ടാണ് ഇരിക്കുന്നത്, എങ്കിലും കുഴപ്പമില്ല, ഓക്കെയാണ്. ഫസ്റ്റ് പടം നിങ്ങൾ കണ്ടാൽ ഞെട്ടും. ഇത് അല്ല, താമര പൂവ് കൊഴിഞ്ഞു പോയിട്ടുള്ള ഒരു സംഭവം ഉണ്ടല്ലോ, അതുപോലെ. ഇതാണ് ഞാൻ വരയ്ക്കാനിരിക്കുന്ന താമര പൂവും ഇതിന്റെ ഇലയുമാണ്. കണ്ടാൽ ഇത് പൂവും ഇലയാണെന്നൊന്നും തോന്നത്തില്ല, എങ്കിലും ഇത് കണ്ടിട്ട് ഒരു റോസാപ്പൂ പോലെയുണ്ടല്ലേ. പക്ഷെ ഞാൻ ഉദ്ദേശിച്ചത് താമരയാണ്. മാറിപ്പോകാതിരിക്കാൻ ഞാൻ ദാ ഇവിടെ എഴുതിയും വെച്ചിട്ടുണ്ട് കേട്ടോ. ആദ്യം വിടർന്ന മുട്ട് ഇതാണ്. പിന്നെ ദാ ഈ ഒരു ഫ്ലവറ്, പിന്നെ ദാ ഇവിടെ ഒരു ലീഫ് വന്നിട്ടുണ്ട്. എല്ലാം എഴുതിയും കൂടെ വെച്ചിട്ടുണ്ട്. ആൾക്കാർക്ക് കാണുമ്പോൾ മനസ്സിലാവാൻ വേണ്ടിയിട്ടാണ് ലീഫ് എന്നൊക്കെ എഴുതി വെച്ചിട്ടുണ്ട് കേട്ടോ. പിന്നെ നമ്മള് ഇതുപോലെ താമര പൂവ് കൊഴിഞ്ഞു പോയിട്ടുള്ളൊരു ഗൂഗിളിലെ പിക്ചർ എടുത്തിട്ട് ഒരു പേപ്പറിനകത്തോട്ട് അതിനേക്കാളും വലിയ രീതിയിൽ വരച്ചു വെച്ചാണ്. അതിനുശേഷം ഞാനിത് എന്റെ ഈ ഒരു ഡ്രസ്സിലേക്കും കൂടി വരച്ചു വെച്ചിട്ടുണ്ട്. കാണാൻ പറ്റുന്നുണ്ടോ? അങ്ങനെ ഞാൻ ഇതിലെ എല്ലാ പൂക്കളൊന്നും വരച്ചില്ല, ചിലതൊക്കെ ഇതിനകത്ത് കൊള്ളുന്ന എല്ലാം വരയ്ക്കാൻ പറ്റത്തുള്ളൂ. പിന്നെ ഇനി പെയിന്റ് അധികം ഉണ്ടെങ്കിൽ നമുക്ക് കയ്യിലും കൂടെ ഡിസൈൻ ചെയ്ത് കൊടുക്കാം. പിന്നെ ഈ ഒരു ഭാഗത്ത് ഡിസൈൻ ഉണ്ടായതുകൊണ്ട് പ്രത്യേകിച്ച് ഇവിടെ ഒന്നും വരച്ചു വെക്കേണ്ട ആവശ്യമില്ല. ഇതിനൊരു മേക്ക് ഓവർ കൊടുക്കാമെന്ന് കരുതിയാണ് ഞാനിത് ചെയ്യുന്നത്. കുറച്ച് പഴയതാണ്, എങ്കിലും ഇരിക്കട്ടെ എന്ന് കരുതി. ഈ സീക്വൻസ് ഒന്നും പോയിട്ടില്ല, അപ്പം കൊള്ളാമായിരിക്കും, ഓണത്തിനൊക്കെ ഇടാം. അല്ലെങ്കിൽ വരച്ചത് ഞാൻ ഇതുപോലെ ഈ ഒരു പിക്ചർ എടുത്ത് വെച്ചിട്ട് നമ്മൾ കോപ്പി അടിക്കത്തില്ലേ, ഇതുപോലെ ഈ ഒരു പിക്ചർ ഇതിനകത്തേക്ക് വെച്ചിട്ട് ഇതിന്റെ മുകളിൽ ഇങ്ങനെ വെച്ചിട്ടാണ് വരച്ചത്. അപ്പൊ ഇനി പെയിന്റിങ്ങിന്റെ സെഷനിലേക്കാണ് കിടക്കാൻ പോകുന്നത്. പടമൊക്കെ വരച്ചു കഴിഞ്ഞു. അപ്പൊ ഇനി എന്റെ കലാവിരുതുകൾ നിങ്ങൾക്ക് കാണാം. അപ്പൊ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം. ഗെയ്സ്, ഇത് ഞാൻ കാണിക്കുന്നത് നേരത്തെ ഞാൻ വരച്ചു വെച്ചെന്ന് പറഞ്ഞില്ലേ, അതാണ്. ആ ഒരു പിക്കാണ് കാണിച്ചുകൊണ്ടിരിക്കുന്നത്. ഇത് നമ്മൾ ആ ഒരു ഡ്രസ്സിൻ്റെ കീഴിലേക്ക് എടുത്ത് വെച്ചിട്ട് നമ്മൾ സ്കെച്ച് ചെയ്തെടുക്കുക. നിങ്ങൾക്ക് നല്ലതായിട്ട് മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ് ഞാനിപ്പോൾ ഇതിങ്ങനെ കാണിച്ചു തരുന്നത് കേട്ടോ. ഞാനിവിടെ പെയിൻറ്റ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് ഫാബ്രിക് പെയിൻ്റാണ് എടുത്തിരിക്കുന്നത്. ഇനി നമുക്ക് പെയിൻറ്റ് അടിച്ചു കൊടുക്കാം. പെയിൻറ്റിന് വേണ്ടി ഞാൻ ഫാബ്രിക് പെയിൻ്റാണ് എടുത്തിരിക്കുന്നത്. 4 കളർ എടുത്തിട്ടുണ്ട്. ബ്രഷ് ആണെങ്കിൽ 1 സൈസ്, 4 സൈസ്, 5 സൈസ് എടുത്തിട്ടുണ്ട്. ഇതൊന്നും എൻ്റെ സ്വന്തമല്ല, വാടകയാണ് ഗെയ്സ്. അപ്പുറത്തെ വീട്ടിൽ നിന്ന് എടുത്തുകൊണ്ട് വന്നത്. പെയിൻറ്റ് മാത്രമാണ് എൻ്റെ സ്വന്തം. ആദ്യം നമ്മൾ ന്യൂസ് പേപ്പർ എടുത്തിട്ട് നമ്മൾ ആ ഒരു പടം വരച്ച് വെച്ചേക്കുന്ന ആ ഒരു ചുരിദാറിൻ്റെ പീസ് ഉണ്ടല്ലോ, അതിൻ്റെ അകത്തേക്ക് എടുത്ത് വെച്ച് കൊടുത്തിട്ടുണ്ട്. അത് അങ്ങനെ വെച്ചിരിക്കുന്നത് ലൈനിങ്ങിലൊന്നും പെയിൻറ്റ് വീഴാതിരിക്കാനായിട്ടാണ് കേട്ടോ. അപ്പം എന്നിട്ട് ഞാൻ ആ വെള്ള കളർ എടുത്തിട്ട് ഒന്ന് ലൈൻ വരച്ച് കൊടുക്കുന്നുണ്ട്. എന്തിനാണെന്നൊന്നും അറിയത്തില്ല. പിന്നെ ഫുള്ളായിട്ട് ഞാൻ ഇതേപോലെ കാണിച്ച് കൂട്ടി വെച്ചിട്ടുണ്ട്. പിന്നെ ഞാനിങ്ങനെ നോക്കിയിരിക്കും, ഇനി എന്തോ ചെയ്യും ദൈവമേ. അങ്ങനെയാണ് ഞാൻ റെഡ് കളറും ഒരു വെള്ള കളറും കൂടെ ആക്കിയിട്ട് ഒരു റോസ് കളർ വന്നിട്ട് അതെടുത്ത് മുകളിലോട്ടെല്ലാം അങ്ങ് തേച്ച് കൊടുത്തു ഗെയ്സ്. അങ്ങനെ തേച്ച് കൊടുത്തിട്ടും ഇതിനൊരു ഭംഗി കിട്ടിയില്ല. അവസാനം ഞാൻ ഇതിൻ്റെ ഇതളുകളെല്ലാം തിരിച്ചറിയാൻ വേണ്ടിയിട്ട് നമ്മൾ നേരത്തെ എടുത്ത് വെച്ചിരുന്ന ആ റെഫറൻസ് പിക്ക് ഉണ്ടല്ലോ, അതെടുത്ത് വെച്ചിട്ട് ഒന്നും കൂടെ വരച്ചു കൊടുക്കുകയാണ്. അത് നോക്കിയിട്ട് വരയ്ക്കുകയാണ്. നമുക്ക് അച്ചടിക്കാൻ അകത്ത് പേപ്പർ വെക്കാൻ പറ്റത്തില്ലല്ലോ ഗെയ്സ്. അപ്പോൾ എങ്ങനെയൊക്കെയോ ചെയ്തെടുത്തിട്ടുണ്ട്. ദൈവം സഹായിച്ച് ഓക്കെ ആയി. അവസാനം ദാ ഇരിക്കുന്നു നടുക്ക് നമ്മുടെ സീഡ്സൊക്കെ ഇരിക്കുന്ന ഭാഗമുണ്ടല്ലോ, അവിടെ എന്ത് കളർ കൊടുക്കുമെന്ന് ചിന്തിച്ചിരിക്കുകയാണ്. വീട്ടിൽ താമര ഉണ്ടെങ്കിലും അതിനെപ്പറ്റി ഞാൻ വലുതായിട്ട് ചിന്തിച്ചിട്ടില്ല ഗെയ്സ്. അങ്ങനെ ഞാൻ തണ്ടിനെന്തായാലും പച്ച കളറും മഞ്ഞ കളറും ഒക്കെ ചേർത്തൊക്കെ കൊടുത്തിട്ടുണ്ട്. അതിനുശേഷം ഞാൻ അകത്തേക്ക് വന്നു. അവിടെ സീഡ്സ് എടുക്കുന്ന ആ ഒരു ഭാഗം ഞാൻ എന്തോ ചെയ്തെന്ന് പോലും എനിക്കറിയത്തില്ല. ആകെ മഞ്ഞ കളർ കൊടുക്കുന്നു, വെള്ള കളർ കൊടുക്കുന്നു, പിന്നെ ഗ്രീൻ കൊടുക്കുന്നു. അങ്ങനെ ഏകദേശം എന്തൊക്കെയോ ഒപ്പിച്ച് വെച്ചിട്ടുണ്ട്. ആ ഒരു ഗ്രീൻ കളറാണ് ഞാൻ അവിടെ ഇങ്ങനെ സീഡ്സായിട്ട് കൊടുത്തത്. പിന്നെ ഇലയാണ് വരച്ചിരിക്കുന്നത്. ഇല വരയ്ക്കാനും പാടൊന്നുമില്ലായിരുന്നു, കാരണം നമ്മൾ കോപ്പി അടിച്ച് വെച്ചിട്ടുണ്ടല്ലോ. പിന്നെ ഔട്ടർ ലൈനായിട്ട് ഞാൻ കൊടുത്തത് ആ ഒരു ഡാർക്ക് കളറിലെ ഒരു ഗ്രീൻ കളറാണ്. അതിനുശേഷം ഞാൻ മഞ്ഞയും
പിന്നെ പച്ചയും കൂടി ഇങ്ങനെ ഇടകലർത്തിയൊക്കെ കൊടുത്തു. പിന്നെ ആ ഒരു ലീഫിൻ്റെ ആ ഒരു മടക്കൊക്കെ കാണുമല്ലോ, അവിടെയൊക്കെ ഞാൻ കുറച്ച് ഡാർക്ക് ഷെയ്ഡ് കൊടുത്തിട്ടുണ്ട്. പിന്നെ ഞാൻ ഇപ്പം ഡാർക്ക് അടിച്ചുകൊണ്ടിരിക്കുന്നത് ഒരു ഇലയ്ക്കൊരു മടക്ക് വരട്ടെ എന്ന് കരുതിയാണ്. എങ്ങനെ ഉണ്ടോ എന്തോ, എല്ലാം വരച്ച് വരുമ്പോൾ അറിയാൻ പറ്റും. പിന്നെ തണ്ട് കൊടുക്കുന്നുണ്ട്. തണ്ട് നേരത്തെ നമ്മൾ ചെയ്തതുപോലെ തന്നെയാണ് ചെയ്തിരിക്കുന്നത്. ഇനി അടുത്തത് നമ്മൾ മെയിനായിട്ടുള്ള ഫ്ലവർ ചെയ്യുകയാണ്. ആ ഒരു ലോട്ടസിൻ്റെ ഫ്ലവർ അത് നമ്മൾ വരയ്ക്കുമ്പോൾ അടിപൊളിയായിട്ടൊക്കെ തോന്നുന്നുണ്ട്. പക്ഷേ എനിക്കറിയാൻ മേല ഗെയ്സ്, എല്ലാം ദൈവാനുഗ്രഹമാണെന്നാണ് എനിക്ക് തോന്നുന്നത്. കാരണം ഇതുവരെ ഒരു പടം പോലും വരയ്ക്കാത്ത ഞാൻ എങ്ങനെ ഇങ്ങനെയൊക്കെ വരച്ച് കൂട്ടുന്നതെന്ന് എനിക്കറിയത്തില്ല. പെയിൻറ്റിങ് എനിക്കറിയത്തില്ല. ഞാൻ ആദ്യമായിട്ടാണ് ഇങ്ങനെയൊക്കെ ചെയ്യുന്നത്. നമ്മളെ കറക്റ്റ് റെഡ് കളറുണ്ടല്ലോ, അതെടുത്ത് വെച്ചിട്ടാണ് ഇങ്ങനെ ലൈൻ വരച്ച് കൊടുക്കുന്നത്. അതിനുശേഷമാണ് നമ്മൾ അതിനകത്ത് കലാപരിപാടികളിലുമായിട്ട് കിടന്നിരിക്കുന്നത്. വൈറ്റ് കളർ എടുത്തിട്ട് നമ്മൾ ഇങ്ങനെ അങ്ങ് പൂച്ചി കൊടുത്തു. അപ്പോൾ ആ റെഡ് കളറും ഇതുമായിട്ട് അങ്ങ് മെർജ് ചെയ്തിട്ട് അങ്ങനെ ഇങ്ങനെയൊക്കെ കളറായിട്ട് വന്നു ഗെയ്സ്. അവസാനം ഇടയ്ക്കൂടെ ഞാൻ ആ റോസ് പിങ്ക് കളർ നമ്മൾ ഉണ്ടാക്കി വെച്ചിട്ടുണ്ടായിരുന്നല്ലോ, അതും എടുത്ത് വെച്ച് തേച്ചിട്ടുണ്ടായിരുന്നു. പക്ഷേ ഇതിലെന്തോ ഒരു മിസ്റ്റേക്ക് ഉള്ളതുപോലെ എനിക്ക് തോന്നുന്നുണ്ട്. എന്താണെന്ന് എനിക്കറിയത്തില്ല. എന്തായാലും നിങ്ങൾ ആ ഡ്രസ്സ് കാണുമ്പം നിങ്ങളതിനെക്കുറിച്ചൊക്കെ പറഞ്ഞു തന്നാൽ മതി. അങ്ങനെ ഞാൻ ഇതേപോലെ തന്നെ ഫുള്ളായിട്ട് പറയുകയാണ്. എൻ്റെ മുടി ഇവിടെ കാണുന്നുണ്ട്, കാരണം ഞാൻ എൻ്റെ ഫോൺ വെച്ചിരിക്കുന്നത് എൻ്റെ തലയ്ക്ക് മുകളിലൊരു സംഭവത്തിലാണ്, അതായത് തലയ്ക്ക് മുകളിലൊരു സ്റ്റാൻഡിലാണ് വെച്ചിരിക്കുന്നത് കേട്ടോ. അപ്പോൾ അതുകൊണ്ടാണ് ഞാനിങ്ങനെ കുനിഞ്ഞിരുന്ന് ഇങ്ങനെ വരയ്ക്കുമ്പോൾ എൻ്റെ തലമുടിയൊക്കെ കാണുന്നതെങ്കിലും കുറേയൊക്കെ ഞാൻ കട്ട് ചെയ്ത് കളഞ്ഞു കേട്ടോ. മുടിയല്ല, കുറേ ഭാഗങ്ങൾ ഞാൻ കട്ട് ചെയ്ത് കളഞ്ഞു, നിങ്ങളെ വെറുപ്പിക്കണ്ടല്ലോ എന്ന് കരുതിയിട്ട് കേട്ടോ. അപ്പോൾ ഇതിൽ ഞാൻ ഔട്ടർ ലൈൻ പോലെ ഇങ്ങനെ ഇതളുകളൊന്നും നന്നായിട്ട് എടുത്തറിയാൻ വേണ്ടിയിട്ടൊന്നും വരച്ചിട്ടില്ല. അതിങ്ങനെ വരയ്ക്കണമായിരുന്നോ എന്ന് എനിക്കിപ്പം ഫൈനൽ ലുക്ക് കണ്ടപ്പം തോന്നി. പക്ഷേ എന്താണെങ്കിലും നിങ്ങളുടെ അഭിപ്രായം നിങ്ങൾ കമൻറ്റ് ചെയ്യണം കേട്ടോ. ഞാൻ വരച്ചത് എങ്ങനെയുണ്ടെന്നൊക്കെ നിങ്ങൾ പറയണം. കാരണം ഞാൻ ഇങ്ങനെ ഒരു ചിത്രകാരിയോ ഇങ്ങനെയൊക്കെ ചെയ്യുന്ന ഒരാളല്ല. അപ്പോൾ ഒരു ആഗ്രഹം കൊണ്ട് ഞാൻ വരച്ചതാണ്. എങ്ങനെയുണ്ടെന്ന് നിങ്ങളാണ് അഭിപ്രായം പറയേണ്ടത്. അപ്പോൾ നിങ്ങൾക്ക് ബാക്കി ഇതേപോലെ തന്നെയാണ് വരച്ചുകൊണ്ടിരിക്കുന്നത്. എന്തായാലും നിങ്ങൾ എൻ്റെ കഴിവുകൾ എങ്ങനെയുണ്ടെന്നൊന്ന് കണ്ടു നോക്ക്.
അവസാനം നമ്മളുടെ ദൗത്യം പൂർത്തിയാക്കി. ഈ 2 പിക്കിലും ഞാൻ ഔട്ടർ ലൈൻ കൊടുത്തിട്ടില്ല. അങ്ങനെ വരയ്ക്കണമായിരുന്നോ? അങ്ങനെ കൊടുക്കുന്നതായിരുന്നോ കൂടുതൽ ഭംഗി? നിങ്ങളൊന്ന് പറയണേ. അതിനുശേഷം കുറച്ച് വെയിലുണ്ടായിരുന്നു, ഞാൻ വെയിലത്ത് ഉണക്കാനിട്ടേക്ക് ആയിരുന്നു. അപ്പോഴാണ് ഗൈസ് എൻ്റെ താമരത്തോട്ടം കൂടെ നിങ്ങളെ കാണിക്കാമെന്ന് കരുതി. ഇതാണ് എൻ്റെ താമര പൂ, ഒരെണ്ണേ ഉള്ളൂ കേട്ടോ, ബാക്കിയെല്ലാം കൊഴിഞ്ഞു പോയി. ഫൈനലി നമ്മുടെ ഡ്രസ്സിലെ പെയിൻറ്റൊക്കെ നന്നായിട്ട് ഉണങ്ങിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ ആ ഡ്രസ്സിൻ്റെ മുകളിലേക്ക് ആ ഒരു പെയിൻറ്റ് അടിച്ച് വെച്ചേക്കുന്നില്ല, അതിൻ്റെ മുകളിലേക്ക് ഒരു പേപ്പർ ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് അയൺ ചെയ്ത് കൊടുക്കുന്നുണ്ട്. അപ്പം പിന്നെ ഇനി ഒരിക്കലും ഈ ഒരു പെയിൻറ്റ് ഇളകി പോകത്തില്ലെന്നൊക്കെയാണ് വീഡിയോസിലൊക്കെ പറയുന്നത്. അങ്ങനെ ആയിരിക്കുമെന്ന് ഞാനും വിശ്വസിക്കുന്നു. നമുക്ക് എന്തായാലും നോക്കാം. ഇനി ഞാൻ ഈ ഡ്രസ്സ് ഇട്ടിട്ട് വരാം. ഗൈസ്, അങ്ങനെ ഞാൻ ഈ ഒരു ഡ്രസ്സ് വിയർ ചെയ്തു. ഇതിൻ്റെ കൂട്ടത്തിൽ ഞാൻ നമ്മൾ നേരത്തെ ഉണ്ടാക്കി വെച്ചിരുന്ന ആ ഒരു മാല ഉണ്ടല്ലോ, ലോട്ടസിൻ്റെ, ആ ഒരു മാലയാണ് ഇട്ടിരിക്കുന്നത്. ഗൈസ്, അപ്പോൾ നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമന്റ് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. മറ്റൊരു വീഡിയോ ആയിട്ട് വരുന്നതിന് വരാം. ബൈ.